നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. മഴവില്ല് പോലെ തിളങ്ങുന്ന പെരുമ്പളം പാലം. പൂച്ചാക്കൽ പെരുമ്പളം പാലം സഞ്ചാരികളുടെ കേന്ദ്രമായി മാറുന്നു. പാലം മാർച്ച് 3 രാവിലെ 9:30 മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ടാറിങ്, തെരുവ് വിളക്ക് സ്ഥാപിക്കൽ ഉൾപ്പെടെയുള്ള അവസാനഘട്ട പ്രവർത്തനങ്ങൾ പാലത്തിലും അപ്രോച്ച് റോഡിലും ചെയ്യുവാനുണ്ട്. ഞായറാഴ്ചകളിൽ ഉൾപ്പെടെ സഞ്ചാരികളുടെ വലിയ തിരക്കാണ് പാലത്തിനുള്ളത്. 3 തീയതി രാവിലെ മുഖ്യമന്ത്രിയും സംഘവും പാലത്തിന് പടിഞ്ഞാറേക്കരയായ വടുതല ജെട്ടിയിൽ നിന്നും പാലത്തിൽ കയറി ഉദ്ഘാടനം ചെയ്യും. KSRTC ബസ് സർവീസും പെരുമ്പളം ദ്വീപിലേക്ക് പാലത്തിലൂടെ കടത്തിവിട്ട വൈദ്യുതി ലൈനുകളുടെ ചാർജിങ്ങും ആരംഭിക്കും. മുഖ്യമന്ത്രിയെ കൂടാതെ മന്ത്രിമാരായ മുഹമ്മദ് റിയാസ്, സജി ചെറിയാൻ, പി പ്രസാദ്, KB ഗണേഷ് കുമാർ, K കൃഷ്ണൻകുട്ടി തുടങ്ങിയവരും ഉദ്ഘാടന ചടങ്ങിന് എത്തിയേക്കും. പാലം ഉദ്ഘാടന പരിപാടികൾ 5 ദിവസമായി നടത്തുവാൻ കഴിഞ്ഞ ദിവസം ചേർന്ന സംഘാടക സമിതി യോഗം തീരുമാനിച്ചിരുന്നു. സംഘാടക സമിതിയുടെ ആദ്യ യോഗത്തിൽ ഒരാഴ്ചത്തെ ആഘോഷ പരിപാടികളാണ് ആലോചിച്ചിരിക്കുന്നത്. വേമ്പനാട്ട് കായലിന് കുറുകെ ശരിക്കും ഒരു മഴവില്ല് വിരിഞ്ഞതുപോലെയാണ് കാണുന്നത്. 7 സ്വപ്നങ്ങളുടെ 700 നിറങ്ങളാണ് അതിനുള്ളത്. 12,000-ഓളം ജനസംഖ്യയുള്ള പെരുമ്പളം ദ്വീപ് ഇനി കരയിലേക്ക് കൈനീട്ടി തൊടും. അതിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ശരിക്കും മഴവില്ല് പോലെയാണോ പാലം? നടുക്ക് 7 ചായങ്ങൾ തേച്ചത് മാത്രമല്ല അതിന് കാരണം. രൂപത്തിലുമുണ്ട് ഒരു വില്ലിൻ്റെ സാദൃശ്യം. മധ്യഭാഗത്തായി 3 ബോസ്ട്രിങ്ങുകൾ, വില്ലും ഞാണും ചേർന്ന രൂപം. ആ ഭാഗത്ത് പാലത്തിന് 12 മീറ്ററോളം വീതിയുണ്ട്. ബാക്കി ഭാഗങ്ങളിൽ 11 മീറ്ററാണ് വീതി. പാലം വരുന്നതോടുകൂടി വർഷങ്ങളായുള്ള ദ്വീപ് നിവാസികൾ അനുഭവിക്കുന്ന യാത്രാക്ലേശത്തിന് ഒരു പരിഹാരമാകുകയാണ്. 14 വാർഡുകളുള്ള പെരുമ്പളം ദ്വീപ് പഞ്ചായത്തിനെ പുറം ലോകവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത് ബോട്ട്, ജങ്കർ സർവീസുകളാണ്. കൊച്ചി ഭാഗത്തേക്ക് പൂത്തോട്ട, സൗത്ത് പറവൂർ സർവീസുകളും ആലപ്പുഴ ഭാഗത്തേക്ക് പാണാവള്ളി സർവീസും. ഇതിനു പുറമെ ദ്വീപിന്റെ പല ഭാഗങ്ങളിലേക്ക് പോകുവാനുള്ള സർവീസുകളും ഉണ്ട്. ആകെ 7 സർവീസുകളും ഒരു ആംബുലൻസ് ബോട്ടും മുൻപ് ഒരു അത്യാവശ്യ സേവനത്തിന് ഉപയോഗിച്ചിരുന്ന സ്റ്റേ ബോട്ടിന് പകരവുമാണ് ആംബുലൻസ് സർവീസ് വന്നിരിക്കുന്നത്. ദേശീയ ജലപാതയ്ക്ക് സമീപമാണ് പെരുമ്പളം. പാലത്തിൻ്റെ കിഴക്കേക്കരയായ പെരുമ്പളം ഭാഗത്ത് അപ്രോച്ച് റോഡ് ചേരുന്നത് താഴ്ന്ന ചതുപ്പ് പ്രദേശമായതിനാൽ 8,000-ഓളം തെങ്ങിൻ കുറ്റികൾ താഴ്ത്തിയും ചെമ്മണ്ണും നിറച്ചാണ് ഭൂമി ഉയർത്തിയിരിക്കുന്നത്. മറ്റു സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെയുള്ള തെങ്ങിൻ കുറ്റികൾ ഇതിനായി എത്തിക്കേണ്ടി വന്നു. ഇതിന് മുകളിൽ വീണ്ടും ചെമ്മണ്ണും മെറ്റലും നിറച്ച് റോഡ് പാലത്തിൻ്റെ നിരപ്പിലേക്ക് ഉയർത്തുകയാണ് ഉണ്ടായത്. അപ്രോച്ച് റോഡിന് ഭാവിയിൽ കേടുവരാതിരിക്കുവാനും വശങ്ങൾ സുരക്ഷിതമാക്കുവാനും ജിയോഗ്രേഡ്, ജിയോടെക്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഇതിനുണ്ട്. പാലത്തിന്റെ 2 അറ്റത്തും അപ്രോച്ച് റോഡിന് 300 മീറ്റർ നീളവും 9.5 മീറ്റർ വീതിയുമുണ്ട്. ചേർത്തല അരൂക്കുറ്റി റോഡിൽ നിന്നും പെരുമ്പളം ദ്വീപ് വഴി വൈക്കം, പൂത്തോട്ട, തൃപ്പൂണിത്തറ സംസ്ഥാന പാതയിലെത്തുന്ന പദ്ധതിയുടെ ആദ്യഘട്ടമാണ് പെരുമ്പളം പാലം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.